ബന്ധങ്ങളെക്കുറിച്ചും ബന്ധങ്ങൾ നിലനിർത്തേണ്ട ആവശ്യത്തെക്കുറിച്ചും ബന്ധങ്ങൾ എങ്ങനെ ഊട്ടി ഉറപ്പിക്കാം എന്നതിനെക്കുറിച്ചൊക്കെയായിരുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വെറുതെ വന്ന ചിന്ത അതുമായി തുടങ്ങിയതാണല്ലോ ഇത് അവസാനിപ്പിക്കുന്ന ഭാഗത്ത് പണ്ട് കാരണന്മാർ പറഞ്ഞു തന്നിരുന്ന ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങളോട് പറയാം എന്ന് വിചാരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് എൻ്റെ മനസ്സിലുള്ളത് പണ്ടത്തെ കാരണന്മാരുടെ ഉപദേശമാണ്. കുറച്ചൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വിചാരിക്കാതെ ഒരു ബന്ധവും നിലനിൽക്കില്ല. നെസസിറ്റി ടു കോംപ്രമൈസ്, ഇത്രയേ ഉള്ളൂ. കുറേയൊക്കെ നമ്മൾ വിട്ട് കളയണം. കുറേയൊക്കെ മനഃപൂർവ്വം നമ്മൾ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചേ പറ്റൂ. അങ്ങനെ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുത്താൽ മാത്രമേ ബന്ധങ്ങൾ വളർത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരിക്കലൊരു ഉപദേശം ഒരാളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ് എന്നെ ഇന്ന് ചിന്തിപ്പിക്കാനൊരു കാരണം. അദ്ദേഹം പറഞ്ഞു, ഉപയോഗിക്കുന്നതാണ് പ്രശ്നം, ബാക്കിയെല്ലാം ഞാൻ സഹിക്കാം. ദ മോമെൻ്റ് ഐ റിയലൈസ് ഐ എം ബീങ് യൂസ്ഡ്, ദെൻ ഐ സ്റ്റാർട്ടഡ് സ്റ്റോപ്പിംഗ്. നിർത്താൻ ഞാൻ ആരംഭിച്ചു. എന്നെ ഉപയോഗിക്കാമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ടഡ് ഡിസ്കണ്ടിന്യൂയിങ് എന്നാണ്. അതെ, ഐ സ്റ്റാർട്ടഡ് ഡിസ്കണ്ടിന്യൂയിങ് ആൻഡ് ദെൻ ഐ സ്റ്റോപ്ഡ് എന്നാണ്. അതെ, നിർത്താൻ ആരംഭിച്ചു, അവസാനം നിർത്തി എന്ന് പറഞ്ഞു. ബന്ധം തീർത്തു എന്നാണ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണിത് ഈ ഉപയോഗിച്ചു എന്ന് തോന്നിയത് എപ്പോഴാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അവശതയുടെ കാലഘട്ടത്തിലാണ്. ചുരുക്കത്തിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു വല്ലായ്മയുടെയും അവശതയുടെയും കാലഘട്ടത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോഴല്ലേ നിങ്ങളൊരു നല്ല സുഹൃത്താണ് നിങ്ങൾ തെളിയിക്കേണ്ടിരുന്നത്. ആ സമയത്ത് നിങ്ങൾ മുൻകൈ എടുക്കാതിരുന്നതിൻ്റെ പേരിലല്ലേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മുൻകൈ എടുക്കേണ്ടി വന്നത്. അങ്ങനെ അദ്ദേഹം മുൻകൈ എടുക്കേണ്ടി വന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യണം തോന്നിയത്. നേരെ മറിച്ച് നിങ്ങൾ അറിഞ്ഞ് അത് അങ്ങോട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിലോ നിങ്ങൾക്ക് ബന്ധം ഊഷ്മളമായതിനെ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത് തട്ടുമായിരുന്നു, നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴം വർദ്ധിക്കുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്. നമ്മൾ ബന്ധങ്ങളിൽ ഉരസൽ ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ അതാത് സമയത്ത് നമ്മൾ പാകപ്പെടുത്തി എടുക്കാത്തതുകൊണ്ടാണ്. നമ്മൾ മുളയിലെ നുള്ളിക്കളയുക എന്ന് പറയില്ലേ, ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അത് എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ, അതിന് ഒരു മറുചിന്ത കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് വഷളാവില്ലായിരുന്നു. അതുകൊണ്ട് ഈ സമൂഹം നിലനിൽക്കുന്നത് ബന്ധങ്ങളിലാണ് എന്ന് വിശ്വസിക്കുക. ആ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് വിശ്വാസത്തിലാണെന്നും പരസ്പരമുള്ള വിശ്വാസത്തിലാണെന്നും മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. എന്നിട്ട് ആ ബന്ധങ്ങൾ നമ്മൾ ബോധപൂർവം ഊട്ടി ഉറപ്പിക്കുന്നതാണ് എന്നും തിരിച്ചറിയുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബന്ധങ്ങൾ നിലനിർത്തേണ്ട ആവശ്യകത മനസ്സിലാവുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബന്ധങ്ങളെ നിലനിർത്താനായിട്ട് പരസ്പരം കുറച്ചൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ഒക്കെ നമുക്ക് കേട്ടില്ലെന്നും വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ കൂടുതൽ സുതാര്യത അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. കാരണം കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ട്രാൻസ്പെറൻസി വർദ്ധിക്കുകയുള്ളൂ, അങ്ങനെ നമ്മൾ പെരുമാറി കഴിയുമ്പോൾ. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ബന്ധങ്ങളും നല്ല രീതിയിൽ കെട്ടിപ്പടുത്തപ്പെടുവാൻ വേണ്ടിയിട്ട്, ഉറപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ബോധപൂർവമായ പരിശ്രമങ്ങൾ നമുക്കുണ്ടാക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ സമൂഹത്തിൽ നല്ല ഒരു അടിത്തറ ഉണ്ടാകും. കാരണം സമൂഹത്തിൻ്റെ അടിത്തറ ഉറച്ച ബന്ധങ്ങളാണ് നിലനിൽക്കുന്നത്. ആ ബന്ധങ്ങൾ നന്നായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കൊടുക്കലുകളും വാങ്ങലുകളും വ്യാപാരങ്ങളും ഉണ്ടാവുകയും ചെയ്യും, വ്യവഹാരങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.